നമ്മളിനി പഠിക്കാൻ പോണത് സൈക്ലോട്രോൺ ആണ്. സൈക്ലോട്രോണിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ പ്രിൻസിപ്പിൾസ് പഠിക്കും, പിന്നെ അതിനുശേഷം കൺസ്ട്രക്ഷൻ വർക്കിംഗ് പഠിക്കും, മാത്തമാറ്റിക് എക്സ്പ്രഷൻ പഠിക്കും, അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കും. നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ സർക്കുലർ മോഷന് വിധേയമാകും. മാഗ്നറ്റിക് ഫീൽഡ് ആ പാർട്ടിക്കിളിൻ്റെ മേലെ ആക്ട് ചെയ്യേണ്ടത് നോർമലായിട്ട് ആക്ട് ചെയ്യണം. അത് 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുമ്പോൾ. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി v ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മേലെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ക്രോസ് ചിഹ്നം കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്, അത് ഇൻടു ദ പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് പേപ്പറിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്, അത് ഇൻടു ദ പേപ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഇലക്ട്രോണിൻ്റെ മേലെ ഫോഴ്സ് വരും. ആ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ആ ഇലക്ട്രോൺ സർക്കുലർ മോഷന് വിധേയമാകും. അപ്പോൾ ആ സർക്കുലർ മോഷനാണ് ഞാൻ വരയ്ക്കാൻ പോണത്. ഇത്തരത്തിലുള്ള മോഷന് വിധേയമാകും. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതിപ്പോൾ പോസിറ്റീവ്ലി ചാർജ് പാർട്ടികളാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ പാർട്ടികൾ പ്രോപ്പർട്ടി അനുസരിച്ച് അത് ക്ലോക്ക് വൈസ് ആകാം, ആൻറ്റി ക്ലോക്ക് വൈസ് ആകാം. എന്തായാലും ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സൈക്ലോട്രോണിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള കാരണം, സൈക്ലോട്രോണിൻ്റെ ഉപയോഗം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അത് ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിൻ്റെ സ്പീഡൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്, നമ്മൾ ഏത് ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചാണോ നമ്മൾ അതിൻ്റെ സ്പീഡ് കൂട്ടുന്നത്, ആ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് അത് പുറത്തേക്ക് പോകും. അപ്പോൾ പുറത്ത് പോകാതെ അതിനെ ആ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിനുള്ളിൽ പിടിച്ചു നിർത്തുന്നത് എങ്ങനെയാണ്? ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ എനർജി കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തുകൊണ്ട് ഈ പാർട്ടിക്കിൾസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു പ്ലേറ്റ് എടുക്കാം. ഒരു പ്ലേറ്റ് വേണം കാണിക്കുകയാണ്. പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഞാൻ മറ്റൊരു പ്ലേറ്റ് എടുത്തു, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അങ്ങനെ ഒരു പോസിറ്റീവ് പ്ലേറ്റിനും നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രോൺ വെച്ചു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് വെച്ചു. ഇപ്പോൾ ഞാനിവിടെ പോസിറ്റീവ് ചാർജാണ് കാണിക്കുന്നത്. പോസിറ്റീവ് ചാർജ് വെച്ചു. പോസിറ്റീവ് ചാർജ് വെച്ച് എന്ത് സംഭവിക്കും? ഇവിടെ റെസ്റ്റിലാണെങ്കിൽ തന്നെയും പെട്ടെന്നത് ഈ ഡയറക്ഷനിലേക്ക് അട്രാക്റ്റഡ് ആവും, അതിൻ്റെ സ്പീഡ് കൂടും. കാരണം എന്താണ്? എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അവിടെ എന്തുണ്ടാവും? F=QE എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും? അതിൻ്റെ മേലെ MA എന്ന് പറയുന്ന ഒരു ഫോഴ്സ്. കാരണം മാസിൻ്റെ ആക്സലേഷൻ ആണ് ഫോഴ്സ്. അപ്പോൾ എവിടെ ഫോഴ്സ് വരുന്നോ അവിടെ എന്തുണ്ടാവും? ഒരു ആക്സലേഷൻ ഉണ്ടാവും. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് കൂടുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് സ്പീഡ് കൂടുന്നു. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12mv² ആണ്. അപ്പോൾ വെലോസിറ്റി കൂടുക അല്ലെങ്കിൽ സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ എനർജി കൂടുന്നു, കൈനറ്റിക് എനർജി കൂടുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പാർട്ടിക്കിൾസിനെ നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം, സൈക്ലോട്രോണിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, പാർട്ടിക്കിൾസിൻ്റെ സ്പീഡ് കൂട്ടിയെടുക്കുകയാണ്. ചാർജ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കൂട്ടിയെടുക്കാനുള്ള ഉപകരണമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് വെച്ചുകൊണ്ട് അതിൻ്റെ എനർജി കൂട്ടുന്നു. ആ എനർജി കൂടിയ പാർട്ടിക്കിൾസിനെ ആ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്നത്. ഏത് തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉപയോഗിക്കുന്നത്? പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സൈക്ലോട്രോണ് വർക്ക് ചെയ്യിക്കുന്നത്. രണ്ട് അടിസ്ഥാന പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്. അത് നമുക്ക് മാത്തമാറ്റിക് എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടെത്താൻ പോണത്. സൈക്ലോട്രോൺ വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കണം. ആ സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടെത്താൻ പോണത്. നമുക്കറിയാം സൈക്ലോട്രോൺ എന്ന് പറയുന്നത് 2 ഡീസുകളാണ്. രണ്ട് ഡീസുകളാണ്, D1 D2 ആണ് നമുക്കറിയാം. ഇവിടെ ഒരു AC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. ഒരു AC വോൾട്ടേജ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ACയുടെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഇനി ഏത് പാർട്ടിക്കിൾസിനെയാണോ നമ്മൾ ആക്സലറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാർട്ടിക്കിൾസിനെ നമ്മൾ ഇതിന് സെൻറ്ററിൽ വയ്ക്കും. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു പാർട്ടിക്കിളാണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. അതിനെ സെൻറ്ററിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൻ്റെ വർക്ക് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇത് പോസിറ്റീവ് ആകുന്നു, ഇത് നെഗറ്റീവ് ആകുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കും? ഈ പ്ലേറ്റ്, ഈ ഡീസ് നെഗറ്റീവ് ആവുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിനെ അതിനെ ആക്സലറേറ്റ് ചെയ്യും. അത് ഈ ഡയറക്ഷനിലേക്ക് ആക്സലറേറ്റ് ചെയ്യും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ പ്ലേറ്റിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ എന്ത് പറ്റും? ആ പാർട്ടിക്കിൾസ് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പാത്ത് ഇങ്ങനെ കറങ്ങി ഇവിടെ വരും. ഇവിടെ കറങ്ങി വരുന്ന സമയത്തുണ്ട് ഇതിനെ കറക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ഈ ഭാഗം നെഗറ്റീവ് ആകും. അതായത് D1 എന്ന് പറയുന്ന ഡീസ് നെഗറ്റീവ് ആകും, D2 എന്ന് പറയുന്ന ഡീസ് പോസിറ്റീവ് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും ഇവിടെ നിന്ന് ഈ D1ലേക്ക് ആക്സലറേറ്റ് ചെയ്യപ്പെടും. അതാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോണത്. ഇവിടെ നിന്ന് ആക്സലറേറ്റ് ചെയ്ത് ലാർജർ റേഡിയസിൽ കറങ്ങി വരും. ഇവിടെ റേഡിയസ് ലാർജർ ആവാനുള്ള കാരണം ഇതിൻ്റെ വെലോസിറ്റി കൂടുന്നതുകൊണ്ടാണ്. ഈ ഗ്യാപ്പിൽ വെച്ച് മാത്രമേ ഇതിൻ്റെ സ്പീഡ് കൂടുന്നുള്ളൂ. അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കാരണം ഈ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഒരു മെറ്റൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂടുന്നില്ല. പക്ഷെ ഇത് റൊട്ടേഷൻ വിധേയമാകാനുള്ള കാരണം ഇവിടെ പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്രോസ് ചിഹ്നമാണ് കാണിക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. വീണ്ടും ഇവിടെ എത്തുമ്പോഴേക്കും ഈ ഫസ്റ്റ് റെസ്റ്റിലിരിക്കുന്ന പാർട്ടിക്കിൾസ് സ്പീഡ് കൂടി ഇവിടെ എത്തി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് വീണ്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടി വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വന്നു. ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും? വീണ്ടും സ്പീഡ് കൂടുന്നു, ആക്സലറേഷൻ സംഭവിക്കുന്നു. ലാർജ് സ്പീഡിൽ അത് വട്ടം കറങ്ങി വരുന്നു. അങ്ങനെ ഇത് അവസാനം കറങ്ങിയിട്ടാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ കൊടുക്കുന്ന AC വോൾട്ടേജും ഇതിൻ്റെ റൊട്ടേഷൻ തമ്മിൽ ബന്ധം ഉണ്ടാവണം. എങ്ങനെയാണ് ബന്ധം? ഇത് ഒരു പ്രാവശ്യം കറങ്ങി വരുമ്പോഴേക്കും ഇവിടെ ACയും ഒരു പ്രാവശ്യം കറങ്ങി വരണം. അതായത് ഇതിൻ്റെ ഹാഫ് റൊട്ടേഷൻ കഴിയുന്നു. ആ സമയത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ പ്ലസ് ഇവിടെ വന്നു, മൈനസ് ഇവിടെ വന്നു. ആ സമയത്ത് ഇത് ഹാഫ് റൊട്ടേഷനിലെത്തി. വീണ്ടും നെഗറ്റീവായി പോസിറ്റീവായി വീണ്ടും കറങ്ങി ഇവിടെ എത്തി. വീണ്ടും പ്ലസ് ആവും, നെഗറ്റീവ് ആകുമ്പോഴേക്കും വീണ്ടും പഴയ പോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടുന്നു. അപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും AC പ്ലസിൽ നിന്ന് മൈനസിലേക്ക് പോയി വീണ്ടും പ്ലസിലേക്ക് എത്തുന്നു. അപ്പോൾ ഇവിടെ റിലേഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ACയുടെ പീരീഡ് T ആണെങ്കിൽ ഇത് കറങ്ങി വരാനുള്ള സമയം എന്ന് പറയുന്നതും തുല്യമായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഹാഫ് റൊട്ടേഷന് വേണ്ട സമയം T ആയിട്ട് എടുക്കുക നമുക്ക്. കാരണം നമ്മൾ ഹാഫ് റൊട്ടേഷൻ്റെ ടൈം T എന്നും അടുത്ത ഹാഫ് റൊട്ടേഷൻ്റെ ടൈം T ആയിട്ട് എടുക്കുകയാണ്. കാരണം നമുക്ക് ഇവിടെ തോന്നാം റേഡിയസിനനുസരിച്ച് ടൈം വ്യത്യാസം വരുന്നു എന്നുള്ളൊരു അസംഷനിലാണ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതിൻ്റെ റേഡിയസ് ആയിട്ട് ഈ ടൈമിന് ബന്ധമൊന്നുമില്ലെന്ന് പിന്നീട് നമുക്ക് കാണാം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് തുടക്കത്തിൽ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഹാഫ് ടൈമിന് T നിർത്തും, അടുത്ത ഹാഫിന് T നിർത്തും. അപ്പോൾ റേഡിയസിന് ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ആ രണ്ട് ടൈം ഈക്വലായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2T എന്ന് എഴുതാൻ പറ്റും. ഈ T എന്ന് പറയുന്നത് ഈ ACയുടെ പീരീഡാണ്. ഈ സ്മോൾ ടി എന്ന് പറയുന്നത് മൊത്തം കറങ്ങി വരാനുള്ള സമയമാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഒരു പ്രാവശ്യം കറങ്ങി വരാനുള്ള സമയമാണ് 2T, AC ഒരു പ്രാവശ്യം കറങ്ങി വരാനുള്ള സമയമാണ് T. ഇത് രണ്ടും തുല്യമാകുമ്പോഴാണ് ഈ പാർട്ടിക്കിളിന് കറക്റ്റായിട്ട് കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഈ കണ്ടീഷനാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. റൊട്ടേഷൻ്റെ ഫ്രീക്വൻസിയും ACയുടെ ഫ്രീക്വൻസിയും തുല്യമാകുക, അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ ടൈമും ACയുടെ ടൈമും തുല്യമാകുക. അങ്ങനെയാണുള്ള കണ്ടീഷനാണ് റെസൊണൻസ്. അപ്പോൾ റെസൊണൻസ് കണ്ടീഷൻ നമ്മളിവിടെ എഴുതി. അങ്ങനെയാണ് നമുക്ക് ഇത് കണ്ടെത്തേണ്ടതാണ്. നമുക്ക് ഈ T കിട്ടിയാലാണ് എന്ത് കിട്ടുക? നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. F എന്ന് പറയുന്നത് 1/T ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? ACയുടെ പീരീഡ് കിട്ടണം. ACയുടെ പീരീഡ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? T കിട്ടണം. അപ്പോൾ ഞാനിങ്ങനെ എഴുതാം. T കിട്ടാനുള്ള വഴി നോക്കാം. T എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് റൊട്ടേഷന് വേണ്ട സമയമാണ്. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ്റെ സർക്കിൾ ആയതുകൊണ്ട് ആ ഡിസ്റ്റൻസ് നമ്മൾ πr ആണ്. ഒരു ഫുൾ സൈക്കിൾ പെരിമീറ്റർ 2πr ആണ്. ഹാഫിൻ്റെ പെരിമീറ്റർ πr ആയതുകൊണ്ട് πr/വെലോസിറ്റി ആണെന്നറിയാം. അപ്പോൾ ഈ T എന്ന് വെച്ചാൽ ഹാഫ് റൊട്ടേഷൻ്റെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ACയുടെ അത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ACയുടെ പീരീഡ് കിട്ടും. ACയുടെ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി കിട്ടണമെങ്കിൽ T കിട്ടണം. T കിട്ടണമെങ്കിൽ ഇങ്ങനെ വരണം. അപ്പോൾ വെലോസിറ്റി കിട്ടണം. അപ്പോൾ എങ്ങനെ നമുക്ക് വെലോസിറ്റി കാണാം?
വെലോസിറ്റി തീരുമാനിക്കുന്ന ആരാണ്? ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിക് ഫീൽഡും ഇവിടുത്തെ വെലോസിറ്റി തമ്മിൽ ബന്ധമുണ്ട്. ഇതിന് വേണ്ട സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് എന്ന് പറയുന്നത് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്നത് ഇവിടെ ലോറൻസ് ഫോഴ്സ് ആണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. അത് മാഗ്നറ്റ് ആണ് ആ ഫോഴ്സ് കൊടുക്കുന്നത്. ആ മാഗ്നറ്റ് കൊടുക്കുന്ന ഫോഴ്സിന് നമുക്ക് QVB എന്ന് എഴുതാം. ഞാനിവിടെ യഥാർത്ഥത്തിൽ Q × V×B ആണ്. ആ V×B sin 90 ആയതുകൊണ്ടാണ് QVB എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ നമുക്ക് Q × V×B ആണ്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? QVB sin 90 വരാനുള്ള കാരണം 90 ഡിഗ്രിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. അതുകൊണ്ടാണ് QVB എന്ന് എഴുതിയത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ വെലോസിറ്റികൾ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഇവിടെ വെലോസിറ്റി കിട്ടും QBr/m എന്ന് കിട്ടി. ഈ വെലോസിറ്റി നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ T കിട്ടും. T എന്ന് പറഞ്ഞാൽ ഹാഫ് റൊട്ടേഷന് വേണ്ട സമയം കിട്ടും. ആ T കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ T കിട്ടും. ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ AC-യുടെ പീരീഡ് കിട്ടി. AC-യുടെ പീരീഡിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ AC-യുടെ ഫ്രീക്വൻസി കിട്ടി. അപ്പം നമ്മൾ ചെയ്തു വരുന്നത് ഇവിടെ നിന്നാണ് ചെയ്തു വരുന്നത്. നമ്മൾ ലോജിക്കൽ ചിന്തിച്ച് പോകുന്ന ഓർഡർ ഇങ്ങനെയാണ്. ഫ്രീക്വൻസി കാണുന്നു, അതിനെന്ത് വേണം? പീരീഡ് കിട്ടണം. പീരീഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹാഫ് റൊട്ടേഷൻ സമയം കിട്ടണം. ഹാഫ് റൊട്ടേഷന് ടൈം അറിയണമെങ്കിൽ നമുക്ക് വെലോസിറ്റി കാണണം. ഇതിൻ്റെ വെലോസിറ്റി കാണും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി കിട്ടണം. അപ്പോൾ ചെയ്യുന്നത് ആദ്യം ഇവിടെ നിന്ന് ചെയ്ത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ആ സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പം നമുക്കറിയാൻ പറ്റും സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r = QVB ആണ്. അപ്പോൾ v² വെട്ടിക്കളഞ്ഞു. ഞാനിവിടെ ചെയ്തത് ലോജിക്കലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ്. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി പോകുന്ന ഓർഡറാണ് ഞാൻ ഇനിയിപ്പോൾ എഴുതാൻ പോണത്. അപ്പോൾ v കിട്ടും എന്ത് കിട്ടി? QBr/m എന്ന് കിട്ടി. നമുക്ക് എന്ത് വേണം? ഹാഫ് റൊട്ടേഷനുള്ള സമയം കാണാനാണ് പോണത്. കാരണം ഇത് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ടൈം ഫോർ ഹാഫ് റൊട്ടേഷൻ T. ഈ T എന്ന് പറയുന്നത് ഹാഫ് റൊട്ടേഷൻ്റെ സമയമാണ്. എന്ന് പറയുന്നത് πr/വെലോസിറ്റിയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് 1 × 2. 1 എടുത്ത് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ടൈം ഫോർ ഹാഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് T = πr/വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? QBr/m എന്നാണ്. നമ്മളിവിടെ വിയുടെ സ്ഥലത്താണ് ഈ ഇക്വേഷൻ 1 കൊടുത്തത്. ഈ പോയിന്റിലേക്കാണ് ഇവിടെ ഈ സ്ഥലത്താണ് ഈ വെലോസിറ്റി എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് കോമൺ ടൈമുകളൊക്കെ വെട്ടിക്കളയാം. 6 വെട്ടിക്കളഞ്ഞു. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. πm/QB എന്ന് കിട്ടി. നമുക്ക് T കിട്ടിയല്ലോ. ഇനി എന്താണ്? പീരീഡ് ഓഫ് AC. പീരീഡ് ഓഫ് AC T എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? അത് 2T എന്നറിയാൻ പറ്റും. പീരീഡ് T എന്ന് പറഞ്ഞാൽ 2T ആണ്. അപ്പോൾ 2 × ഈ വാല്യൂ കൊടുക്കുക πm/QB. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് പീരീഡ് കാണാനുള്ള ഫോർമുല 2 ടൈംസ് സ്മോൾ t ആണ്. സ്മോൾ t എന്ന് പറഞ്ഞാൽ ഹാഫ് റൊട്ടേഷനോടെ സമയമാണ്. അപ്പോൾ ഹാഫ് റൊട്ടേഷനോടെ സമയം നമുക്ക് കിട്ടിയിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? AC-യുടെ പീരീഡ് കിട്ടും. അപ്പോൾ AC-യുടെ പീരീഡ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ AC-യുടെ ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി എന്ന് പറയുന്നത് F എന്ന് പറയുന്നത് 1/T ആണ്. അപ്പോൾ 1/Tയുടെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ 1/2πm/QB. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് QB/2πm ആണ്. ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. F = QB/2πm എന്ന് കിട്ടി. ഇതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് AC കൊടുക്കുന്ന ഫ്രീക്വൻസിയാണ്. അത് റേഡിയസ് ആയിട്ട് ബന്ധമില്ല. കാരണം എന്താണ്? മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെ, മാഗ്നറ്റിക് ഫീൽഡിനെ. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. 2πm ആണ്. M എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കിൾസിനാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാസമാണ്. ഇതിന് റേഡിയസ് ആയിട്ട് ബന്ധമില്ല. ഏത് റേഡിയസിൽ കറങ്ങിയാലും അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുല വെച്ചുകൊണ്ട് സൂട്ടബിൾ ഫ്രീക്വൻസി കണ്ടെത്തുക. ആ ഫ്രീക്വൻസി നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും.
നമ്മൾ ഇനി അടുത്ത് കാണാൻ പോണത് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എത്ര. കാരണം എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഫ്രീക്വൻസി കിട്ടണം. കാരണം AC കൊടുക്കണമുണ്ടല്ലോ, നമ്മൾ ആൾട്ടർനേറ്റീവ് കറണ്ട്, നമ്മൾ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്ര അതിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ ഉദ്ദേശം എത്ര എനർജി കിട്ടും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോണത്. ഈ ഫോർമുല ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇത് നമ്മുടെ അടുത്ത് എഴുതാൻ പോകുന്നത് കൈനറ്റിക് എനർജിയാണ് എഴുതാൻ പോകുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 12 mv² ആണ്. അപ്പോൾ വിയുടെ വാല്യൂ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്, ഈ ഇക്വേഷൻ പ്രകാരം കിട്ടിയിട്ടുണ്ട്. ആ വിയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/2 × m × v². v² എന്ന് പറയുന്നത് QBR/m ആണ്. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഇവിടെ നിർത്തി കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 m Q² B² R²/m² എന്ന് കിട്ടും. ഈ എമ്മും ക്യാൻസൽ ചെയ്യാം. ഈ എമ്മും സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കൈനറ്റിക് എനർജി = 1/2 Q² B² R²/m എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്, ഒന്ന് അതിന്റെ ഫ്രീക്വൻസിയാണ്, മറ്റൊന്ന് അതിന്റെ കൈനറ്റിക് എനർജിയാണ്. മറ്റൊന്ന് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഈ സൈക്ലോട്രോൺ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ലിമിറ്റേഷൻസ് ആണ്. ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ന്യൂട്രോൺ പോലുള്ള പാർട്ടിക്കിൾസിനെ ഇത് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ്. ചാർജുള്ള പാർട്ടിക്കിൾസിന് മാത്രമേ ഈ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ചാർജ് ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഒരു ഫോഴ്സ് ഉണ്ടാവുള്ളൂ. QE എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവുള്ളൂ. ആ ഫോഴ്സ് ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ആക്സലേഷൻ ഉണ്ടാവുള്ളൂ. ആക്സലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സ്പീഡ് കൂടുള്ളൂ. അപ്പോൾ ന്യൂട്രോണ് നമുക്ക് ഇത് വെച്ചിട്ട് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾസിന് മാത്രമേ നമുക്ക് എനർജി കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിന്റെ സ്പീഡ് ഇത് വെച്ച് കൂട്ടാൻ പറ്റില്ല. കാരണം ഇലക്ട്രോണിന്റെ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും. ഏത് ചാർജ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഇത് ഇൻസ്ട്രുമെന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടി വരുന്ന പീരീഡ് എന്ന് പറയുന്നത് 2πm/QB ആണ്. അപ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് QB/2πm ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി കൊടുത്താൽ മാത്രമേ ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ Q എന്ന് പറയുന്നതും സാധാരണ കേസിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ വ്യത്യാസം വരാറില്ല. നമ്മൾ ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അതും മാറില്ല. പക്ഷെ മാസ് എന്ന് പറയുന്നത് m = m0/√1 - v²/c² എന്ന നിയമം അനുസരിച്ച് മാറും. ഈ ഫോർമുല നമുക്ക് പഠിക്കാനില്ല, അത് ഫസ്റ്റ് ഇയർ ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്ത് പോകണല്ലോ. അപ്പോൾ അതുകൊണ്ട് പഠിക്കേണ്ടതല്ല, പക്ഷെ ഇത് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പ്രകാരം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ വെലോസിറ്റി കൂടുന്തോറും മാസ് മാറുന്നു മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ V എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ്. C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ V കൂടുന്നതിനനുസരിച്ച് മാസിന് വ്യത്യാസം വരും. അപ്പോൾ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ് വിയും സിയും തുല്യമാവുന്നത്? അപ്പോൾ ഈ ടൈം 1 ആയി. അപ്പോൾ 1 - 1 0 ആണ്. അപ്പോൾ മാസ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിൾസിനെ ഈ സൈക്ലോട്രോണിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് മാസിന് വ്യത്യാസം വരും. മാസിന് വ്യത്യാസം വന്നാൽ ഈ ടൈം മാറി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. എന്ത് പറ്റും? അതിന്റെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഫ്രീക്വൻസി മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഫിക്സ്ഡ് ഫ്രീക്വൻസിയിൽ ഈ ഇലക്ട്രോണെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫിക്സ്ഡ് ഫ്രീക്വൻസി മാറ്റി വേരിയബിൾ ഫ്രീക്വൻസി ആക്കി കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റേണ്ടി വരും. അപ്പോൾ സൈക്ലോട്രോണിൽ അത്തരത്തിൽ ഇൻസ്ട്രുമെന്റ് അല്ല, അവിടെ കൊടുക്കുന്ന ഫ്രീക്വൻസി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ ഫിക്സ്ഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിനായിട്ട് 2 ലിമിറ്റേഷൻസ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന്, ചാർജ് ന്യൂട്രോൺ പോലുള്ള ചാർജ് ഇല്ലാത്ത പാർട്ടികളെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, ഇലക്ട്രോണിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇലക്ട്രോൺസ് വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് മാസ് കൂടും. അത് റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ എന്നാണ് അതിന് പറയുക. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ള, പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇലക്ട്രോണിനെ ഈ ഇൻസ്ട്രുമെന്റ് വെച്ച് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം എഴുതിയാൽ മതി. അതിന്റെ കാരണം എഴുതണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ നമ്മളിപ്പോ പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ പ്രോട്ടോൺ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ മാസ് കൂടുതലായതുകൊണ്ട് ഈ വേരിയേഷൻ റിലേറ്റിവിറ്റി വേരിയേഷൻ വലിയ വ്യത്യാസം ഉണ്ടാക്കില്ല. പക്ഷെ ഇലക്ട്രോൺ പോലുള്ള മാസ് കുറഞ്ഞ പാർട്ടിക്കിൾസിനാണ് ഈ മാസിന് വലിയ വ്യത്യാസം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇലക്ട്രോൺ നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം.